നമസ്കാരം. ഒരു ദൃശ്യം കാട്ടിത്തരാം. പണ്ട് കാലഘട്ടങ്ങളിൽ ഈ രാജാവോ തമ്പ്രാനോ ഒക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചുറ്റാകെ വിനീതദാസന്മാരായി അല്ലെങ്കിൽ വിനയാന്വിതരായിട്ട് അടിമകളെ പോലെ കുറെ പരിവാരങ്ങൾ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ദൃശ്യങ്ങൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ദൃശ്യം നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമായിരിക്കും. കഴിഞ്ഞ ദിവസം വയനാട് 7 സ്റ്റാർ ഹോട്ടൽ സപ്തയിൽ നടന്ന കോൺഗ്രസിന്റെ അത്യാഡംബര ഗാന്ധിയൻ ക്യാമ്പാണല്ലോ. ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ലളിതമായിട്ട് വേണം നടത്താൻ. 7 സ്റ്റാർ ഹോട്ടലിൽ ഒരു രാത്രി ഒരു മുറിക്ക് 20,000 മുതൽ 25,000 രൂപ വരെ വിലമതിക്കുന്ന ആഡംബര ഗാന്ധിയൻ ക്യാമ്പ് നടത്തിയിരുന്നു. അതിനകത്തുനിന്നുള്ളൊരു ദൃശ്യം പുറത്തേക്ക് വരുന്നുണ്ട്. ആ ദൃശ്യം നിങ്ങളൊന്ന് കാണണം. ആ ദൃശ്യത്തിൽ ഒരു തമ്പ്രാന് ചുറ്റാകെ വിനീതദാസന്മാരായിട്ട് കുറച്ച് അടിമകൾ നിൽക്കുന്ന ഒരു ദൃശ്യം കാണാം. അതൊന്ന് കണ്ടേ. അതിലാരാണ് തമ്പ്രാനെന്നൊന്നും നിങ്ങളോട് പറയുന്നില്ല, പക്ഷേ ആരാണ് ചുറ്റാകെ നിൽക്കുന്നവരുടെ ആ വിനയാന്വിത കണ്ടോ. എന്തിനായിരിക്കും ഈ വിനയാന്വിതരായി നിൽക്കുന്നത്? വരുന്ന തെരഞ്ഞെടുപ്പുകളിലോ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിലോ എന്തെങ്കിലും നമുക്കൂടെ കിട്ടണ്ടേ? അതിന് ആര് തിരുമനസ് കടാക്ഷിക്കണം. ആ കടാക്ഷത്തിന് വേണ്ടി ഒരു വ്യക്തിക്ക് ചുറ്റാകെ ഇരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരഭാഷ ഒന്ന് നോക്കിയേ. കെ.സി. വേണുഗോപാൽ ഇന്നിപ്പോൾ കോൺഗ്രസിനകത്ത് എന്താണ് എന്നതിൻ്റെ തെളിവാണ് ആ കാണുന്നത്. ഇത്രമാത്രം ദയനീയ അവസ്ഥയിൽ നിൽക്കുന്നവർ, അതായത് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ ഒരു വ്യക്തിക്ക് മുന്നിൽ കുമ്പിട്ട് കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേടിലേക്ക് പണ്ട് കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയില്ലേ, ഈ നാട്ടിലെ തൊഴിലാളികളായിട്ടുള്ളവർ തമ്പ്രാന് മുന്നിൽ ജോലി ചെയ്തതിന് ശേഷം കൂലിക്ക് നിന്നിരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് നടുവളഞ്ഞു നിൽക്കുകയാണ്. ഈ പ്രവൃത്തി ചെയ്യുമ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കുക. വയനാടത്തെ ദുരിതബാധിതരായിട്ടുള്ള മനുഷ്യരുടെ കാര്യങ്ങളല്ല അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എങ്ങനെ വീട് വെച്ച് കൊടുക്കാമെന്നുള്ളതല്ല, എങ്ങനെയൊക്കെ നമുക്ക് ഇനി വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലെത്താം. അതിന് ഒരു ലക്ഷൂറിയസ് ചർച്ച. ഗാന്ധിയൻ ചർച്ചകളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ്. നമുക്ക് കേന്ദ്രത്തിൽ അധികാരമില്ല, കേരളത്തിൽ അധികാരമില്ല, പക്ഷേ കോടാനുകോടി ചെലവാക്കാൻ നമ്മളിൽ ഇഷ്ടം പോലെ പണം എവിടെ നിന്നൊന്നും ചോദിക്കരുത്. അതാണ് ഇപ്പോൾ നമ്മുടെ സെറ്റപ്പ്. ആ നിലയ്ക്കുള്ള ഒരു ആർഭാടം കാട്ടിയതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് കെ.സി. വേണുഗോപാൽ നടത്തിയൊരു പ്രതികരണം കൂടിയുണ്ട്. ഒന്ന് കേട്ടെ. ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളുടെ കയ്യില് PR ഒന്നും ഇല്ലല്ലോ. കേന്ദ്രവും കയ്യിലില്ല, കേരളവും കയ്യിലില്ല, പൈസയും ഇല്ല. ഞങ്ങൾ ഈ എണ്ണിച്ചുട്ടുപ്പാക്കും പോലെയുള്ള കാശും കൊണ്ടല്ലേ ഞങ്ങൾ ഇലക്ഷൻ നടത്തുന്നത്, പാവപ്പെട്ട ജനങ്ങളുടെ സഹായത്തോടുകൂടി. അതുകൊണ്ട് എല്ലാവരും തേങ്ങ ചിരകും, ഞങ്ങൾ ചിരട്ടേക്കും ചിരകി ജീവിക്കട്ടെ എന്റെ സുഹൃത്ത്. കേട്ടല്ലോ, ഞങ്ങളതിൽ പണമൊന്നുമില്ല, പക്ഷേ പണമില്ലാത്തവരുടെ ജീവിതം നോക്കൂ. എത്ര ലളിതമാണ്, എത്ര സാധാരണമാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്കൊക്കെ തൈരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ചില കുടിലുകളൊക്കെ കയറുമ്പോൾ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ റിസോർട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഒരുപക്ഷെ അധികാരത്തിലേക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിസോർട്ട് രാഷ്ട്രീയം ഇന്ത്യയിലാകെ എങ്ങനെയാണ് നടപ്പാക്കിയത് അതിൻ്റെ ഒരു ട്രയൽ വേർഷൻ കൂടിയായിരുന്നു. കാര്യം ആരെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ്, വിശ്വസിക്കാൻ പറ്റാത്ത ടീമുകളാണ്. അവർക്ക് റിസോർട്ടിൽ തന്നെ കിടത്തി എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപക്ഷെ അധികാരത്തിൽ വരികയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രലോഭനങ്ങളോ ഓഫറോ ആയിട്ട് വന്നാൽ അപ്പോഴേ ചാക്കിൽ ചാടി കയറാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നേതാക്കന്മാർക്കുള്ള ഒരു ട്രെയിനിങ്. പക്ഷേ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, പക്ഷെ ഞങ്ങളെ പൈസയൊന്നുമില്ല, കേന്ദ്രത്തിൽ അധികാരത്തിലില്ല, സംസ്ഥാനത്തെ അധികാരത്തില്ല. ബാക്കിയുള്ളവർ തേങ്ങ ചെയ്യുമ്പോൾ ഞങ്ങൾ ചിരട്ടയെങ്കിലും ചുരണ്ടണ്ടേ. ആ ചിരട്ടയാണ് വയനാടത്തെ ജനങ്ങൾ. അവരെ ചുരണ്ടിയെടുത്ത്, എങ്ങനെ അവരുടെ കണ്ണീരിനെ ചുരണ്ടിയെടുത്ത് ഈ ആഡംബരമായിട്ടൊക്കെ ഞങ്ങളെത്തി അങ്ങ് പൊയ്ക്കോട്ടെ, എന്തിനാണ് നിങ്ങൾ വന്ന് നോക്കുന്നത്? ഇതാണ് ഓരോ കോൺഗ്രസ് നേതാക്കന്മാരുടെയും മനോഭാവം. എങ്ങനെയും ഞങ്ങളുടെ ആഡംബര ജീവിതങ്ങൾ നയിക്കുക എന്നുള്ളതാണ്. അതിന് വയനാടെന്ന ദുരന്തത്തിൽ പെട്ടുപോയ ജീവിതങ്ങളെ ചിരട്ടയാക്കി കണ്ട് അതെങ്കിലും ഞങ്ങൾ ചുരണ്ടി ഇതുപോലെയൊക്കെ ഒന്ന് ജീവിക്കട്ടെ. പക്ഷേ ബാക്കിയുള്ളവർ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വർത്തമാനം? എന്നിട്ട് സ്വന്തം പ്രവൃത്തി എന്താണ്? ആ വയനാടിൻ്റെ പേരിൽ ഇങ്ങനെ ചിരട്ട ചുരണ്ടിയെടുത്ത പൈസ കൊണ്ട് ആഡംബരം കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള രീതിയിൽ വളരുന്നവർക്ക് അങ്ങനെയേ ജീവിക്കാൻ കഴിയുള്ളൂ. ഇവർക്ക് ഒരു കാലഘട്ടത്തിലും ഇങ്ങനെ ഈ നാടിൻ്റെ ഉന്നമനമല്ല ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്ത് മാത്രമാണ്? നഷ്ടപ്പെട്ടു പോയതൊക്കെ 5 വർഷത്തിനുള്ളിൽ തിരിച്ചു പിടിച്ച് ആരോ ഇവിടെ ഭരിക്കട്ടെ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് കോൺഗ്രസ്സുകാരെത്തി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് വയനാടിന്ന് പുറത്തു വരുന്ന ഈ അടിമ ഉടമ ദൃശ്യവും. അതിനുവേണ്ടി എങ്ങനെയും അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്താൻ വേണ്ടി തമ്പ്രാന്റെ മുന്നിൽ പ്രീതിപ്പിക്കാൻ വേണ്ടി കാല് തടവൽ വരെ, അവിടെ സ്പാ ഉണ്ടായിരുന്നു, ഉഴിച്ചിൽ വരെ നടത്താനായിട്ട് തയ്യാറായാണ് നേതാക്കന്മാരെല്ലാം. അവിടെ കൊട്ടൻ ചുക്കാതി തൈലമായി എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 2 കോടി പൊടിച്ചെങ്കിൽ എന്ത് നോക്കൂ, തമ്പ്രാൻ ഇരുന്നിട്ട് അവിടെ ആ വെള്ളം കുടിക്കുന്ന ശൈലിയൊക്കെ കണ്ടിട്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം, നാളെ നിങ്ങളടുത്തും ഇതായിരിക്കും ശൈലി. മനസ്സിലായില്ലേ? സ്വന്തം നേതാക്കന്മാരടുത്ത് കാണിക്കുന്നത് ഇതാണെങ്കിൽ ജനങ്ങളോട് ഇവർ വേറെ ആളാകുമെന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ വെറും മൂഢന്മാരാണെന്ന് മാത്രമേ പറയാനുള്ളൂ.